ഹായ് ഗൈസ്. ഹലോ ഗൈസ്. തുടരും നമ്മൾ സിനിമ കണ്ടു. മോഹൻലാൽ, ശോഭന കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള സിനിമയാണ്. അതുപോലെ നമ്മുടെ സൗദി വെള്ളക്ക ഫിലിമിൻ്റെ ഡയറക്ടർ ആയിട്ടുള്ള നമ്മുടെ തരുൺ മൂർത്തിയാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ ലാലേട്ടൻ്റെ നമുക്കൊരു വിൻറ്റേജ് ലാലേട്ടൻ്റെ ട്രെയിലറിലൊക്കെ കണ്ട പോലെ തന്നെ ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ് ലാലേട്ടൻ ഇതിൽ കൊടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എങ്ങനെ നിന്റെ അഭിപ്രായം എന്താ? ലാലേട്ടനെ നമ്മള് കുറെ കാലങ്ങൾക്ക് മുമ്പ് കണ്ട ലാലേട്ടനെ നമുക്ക് ഇതിനകത്ത് തിരിച്ചു കിട്ടിയെന്ന് പറയാം. അതെ, അതുപോലെ ആൾ എക്സ്ട്രീം ആയിട്ട് ആളുടെ പാട്ടെല്ലാം വളരെ ഭംഗിയായിട്ട് ആള് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിൽ സെക്കൻഡ് ഹാഫിലൊക്കെ വരുമ്പോൾ ആ ക്യാരക്ടറിന്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഒക്കെ കാണിക്കുന്ന അതൊക്കെ ഗംഭീര പെർഫോമൻസ് ലെവലിൽ ലാലേട്ടൻ പൊളിച്ചു എന്ന് തന്നെ പറയാം. കാരണം നമ്മൾ ആഗ്രഹിക്കുന്നത് ഇതുപോലത്തെ ഒരു ലാലേട്ടന്റെ ഒരു കമ്പാക്ക് ആണ്. അല്ലാണ്ട് ലൂസിഫറിലൊന്നും ഈ വക ഒരു സംഭവം, ലൂസിഫർ അല്ല, സോറി, എമ്പുരാൻ പോലത്തെ സിനിമ അല്ല ശരിക്കും ലാലേട്ടൻ ആപ്റ്റായിട്ടുള്ളത്. മേ ബി അങ്ങനത്തെ ചെയ്യാം, പക്ഷെ ഞാൻ പറയുന്നത് ഇതുപോലെയുള്ള ക്യാരക്ടറും ആ ഒരു നമുക്ക് മിസ് ചെയ്യുന്ന ഒരു ലാലേട്ടനെ സ്ക്രീനിൽ കാണുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീല്. സ്റ്റാർട്ടിംഗ് ഒക്കെ ഭയങ്കര കോമിക്കായിരുന്നു. അത് പുള്ളിയുടെ ചെറിയ ചെറിയ റിയാക്ഷൻസും നുവാൻസസ് ഒക്കെ ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. പിന്നെ സെക്കൻഡ് ഹാഫിൽ വരുമ്പോൾ ആ പുള്ളിയുടെ പെർഫോമൻസ് ലെവലും അതേപോലെ തന്നെ ഗംഭീരമായിരുന്നു. പിന്നെ മറ്റുള്ള പെർഫോമൻസ് നോക്കുമ്പോൾ, മറ്റുള്ള കാസ്റ്റിംഗ് നോക്കുമ്പോൾ ബിനു പപ്പു, അതുപോലെ വില്ലന്റെ മറ്റേ പേരെന്തായിരുന്നു? പ്രശാന്ത് നീലി. പക്ഷെ പേരെന്താണെങ്കിലും പുള്ളിയുടെ പേരെന്താന്ന് അറിയില്ല. കിടുക്കമില്ല. ഒരു രഞ്ജി പണിക്കാരന്റെ ഒക്കെ ഒരു ശരീരപ്രകൃതിയുള്ള ഒരാള്, അതേ ഒരു ലുക്ക്. പക്ഷെ ഡയലോഗ് ഡെലിവറി സംഗതികളൊക്കെ എനിക്ക് പഴയ ഒരു എം.എൻ. നമ്പ്യാരുടെ അങ്ങനൊന്നുമില്ല. എനിക്ക് അങ്ങനെ ഫീൽ വന്നു പറഞ്ഞ എമ്മനാണ് നമ്പ്യാർ. അപ്പോ ഈ ഫാമിലിയിൽ വരുന്നത് ശോഭനയുണ്ട്, പിന്നെ മകനായിട്ട് മറ്റേ ആനന്ദിച്ച ആ പയ്യൻ, അവന്റെ പേരെന്തായിരുന്നു അവനുണ്ട്. പിന്നെ ഒരു മകളുണ്ട്, മകളുടെ പേരെന്താണെന്ന് അറിയില്ല. പക്ഷെ അവർക്കൊന്നും അത്ര വലിയ ഒരു സ്ക്രീൻ ടൈമിംഗ് ഒന്നും ഇല്ല. പക്ഷെ ഉള്ളത് ഒരു ഫാമിലിയുടെ ആ ഒരു ബോണ്ടിങ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സീൻസും ഒരു സോങ്സും അങ്ങനെയൊക്കെ ആയിട്ടാണ് ഉള്ളത്. മൊത്തത്തിൽ ലാലേട്ടന്റെ ഒരു ഇതാണ് സംഭവം. അതും നല്ല രസമായിരുന്നു. പല കോമിക് ഒക്കെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിലൊക്കെ. പിന്നെ സെക്കൻഡ് ഹാഫിൽ കുറച്ചൊരു ദൃശ്യം ഒരു ടൈപ്പ് ഓഫ് സംഭവം വന്നു. ഈ ഇൻട്രോഗേഷൻസ് അങ്ങനത്തെ സംഗതികളൊക്കെ വരുമ്പോൾ പോലീസ് കേസും അങ്ങനെ ഇതൊക്കെ ആയിട്ട്. എന്തായാലും നമ്മൾ പ്രതീക്ഷിച്ചത് ഇതിൻ്റെ എന്താ പറയുക, നമ്മളൊരു ഒരു ഫീൽ ഗുഡ് ടൈപ്പ് ഓഫ് മൂവിയാണ് പ്രതീക്ഷിച്ച് പോയതെങ്കിലും സെക്കൻഡ് ഹാഫിൽ ഇത് ത്രില്ലറായിട്ട് മാറി. അതും ഭയങ്കര രസമായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. നമുക്ക് അധികം ഒന്നും പറയാനും പറ്റില്ല. അത് നിങ്ങൾ തിയേറ്ററിൽ പോയി കാണേണ്ട ഒരു സിനിമയാണ്. ഭയങ്കര എൻഗേജിങ് ആയിരുന്നു. ഫസ്റ്റ് ഹാഫ് കുറച്ചങ്ങോട്ട് കഴിഞ്ഞിട്ട് ചെറിയൊരു ലാഗ് വന്നു, പക്ഷെ അത് ഇന്റർവെല്ലോട് കൂടിയിട്ട് മാറി. പിന്നെ സെക്കൻഡ് ഹാഫ് അത് അത്ര ലാഗൊന്നുമില്ല. പക്ഷെ സെക്കൻഡ് ഹാഫിൽ ഫുള്ള് ഭയങ്കര ഫാസ്റ്റ് പേസിലാണ് പോയത്. നല്ല ആക്ഷനും ഉണ്ടായിരുന്നു. അതുപോലെ സെക്കൻഡ് ഹാഫിൽ കോമിക് ഒന്നുമില്ല. സെക്കൻഡ് ഹാഫ് ഫുള്ള് സീരിയസ് ആണ്. പക്ഷെ നല്ല രസം, ഭയങ്കര എന്താ പറയാ, ഒരു ഗൂസ്ബം മൂവ്മെന്റ്സ് ഒക്കെ ഒരുപാട് ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. ആ ഓരോ സീനും എലിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഓരോ സീൻ പ്ലേസ്മെന്റ്സ്, അതെ, എഡിറ്റിങ്ങും അതേപോലെ സിനിമാറ്റോഗ്രാഫി ഒക്കെ ഗംഭീരമാണ്. അതൊന്നും കുറ്റം പറയാനില്ല. നൈറ്റ് സീക്വൻസ് ഒക്കെ അടിപൊളിയായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. അതെ, നന്നായിട്ട് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അധികം ഹൈപ്പൊന്നും ഇല്ലാണ്ട് വന്ന പടമാണല്ലേ. പക്ഷെ അധികം ഹൈപ്പൊന്നും ഇല്ലാണ്ട് വന്ന പടം. നമ്മള് എമ്പുരാൻ പോലെയല്ല. എമ്പുരാനിലെ നമ്മൾ പ്രതീക്ഷിച്ചത് നമുക്ക് അത്ര അങ്ങോട്ട് കിട്ടിയില്ല. പക്ഷെ ഇവിടെ പ്രതീക്ഷിക്കാതെ തന്നെ നമുക്ക് നല്ലൊരു സിനിമ കിട്ടി. അതും ലാലേട്ടന്റെ ഒരു തിരിച്ചുവരവായിട്ട് തന്നെ നമുക്കിത് കണക്കാക്കാൻ പറ്റും. നമ്മൾ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ നമ്മൾ വിചാരിച്ച ഒരു ലാലേട്ടനെ നമുക്ക് സ്ക്രീനിൽ വീണ്ടും തിരിച്ചു കിട്ടിയെന്ന് തന്നെ പറയാം. വേറെ എന്തെങ്കിലും പറയണെന്താ? വേറെ എന്താ ഉള്ള? പിന്നെ പാട്ടുകളൊന്നും ഇല്ലല്ലേ അത്? പാട്ടുകളൊക്കെ ഉണ്ട്. പാട്ടുണ്ടായിരുന്നു. പിന്നെ നീ കണ്ടില്ല? പിന്നെ അത് ലാലേട്ടനെ ട്രോളുന്ന കുറച്ച് ഏരിയാസ് ഒക്കെ ഉണ്ട് കേട്ടോ. ലാലേട്ടൻ തന്നെ, ലാലേട്ടൻ സിനിമകളെയും അതുപോലെ ചില ഡയലോഗ്സ് ഒക്കെ സ്വയം ട്രോളുന്നതായിട്ടും അല്ലെങ്കിൽ മറ്റുള്ള ക്യാരക്ടർ അത് അതിലത്തെ ഡയലോഗ്സ് പറയുന്ന ഒരു ട്രോളിങ് രീതിയിൽ പറയുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ ഭയങ്കരമായിട്ട് ഹ്യൂമർ വർക്കൗട്ടായിട്ടുള്ള സീൻസ് ആയിരുന്നു. ഇതിനകത്ത് പറയുന്ന കഞ്ഞെടുക്കട്ടെ എന്നുള്ള സീൻ മറ്റേ പറയുന്നുണ്ട്, ശോഭന പറയുന്നുണ്ട് കഞ്ഞി എടുക്കട്ടെ എന്നുള്ള സീൻ. പിന്നെ നമ്മള് മറ്റേ ട്രെയിലറിൽ കണ്ട താടിയുടെ സീൻസ്, അങ്ങനെ ഒരുപാട് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ട്.
അതിന്റെ ഒക്കെ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ട് നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു. റെസ്പോൺസ് ഉണ്ടായിരുന്നു. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇതുപോലത്തെ സിനിമകളാണ്, പെർഫോമൻസ് ലെവലിലുള്ള നല്ല സിനിമകൾ. ചെറുതായാലും കുഴപ്പമില്ല. നമ്മൾ എമ്പുരാൻ്റെ പോലെ വലിയ സിനിമകൾ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. ഇതുപോലെ ചെറിയ സിനിമകൾ പ്രതീക്ഷിക്കാതെ വന്നിട്ട് ചെറുതാക്കുന്നല്ല കേട്ടോ. എമ്പുരാൻ അടിപൊളി മേക്കിംഗ് കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ നമ്മൾ വിചാരിച്ച ഒരു ലാലേട്ടനെ എമ്പുരാനിൽ നമുക്ക് കാണാൻ പറ്റും. അതെ, പക്ഷെ ഇതില് ലാലേട്ടൻ കിടക്കും, അതിലൊരു തർക്കമില്ല. നമുക്ക് ഇതുപോലത്തെ ലാലേട്ടന്റെ സിനിമകളാണ് വേണ്ടത്. നമുക്ക് മാത്രം പഠിച്ചു പോയാൽ പോരല്ല, ലാലേട്ടൻ പഠിക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സിനിമ പോയി കാണാം. അപ്പോൾ ഓക്കെ, ബൈ.